ചെറിയ കാര്യങ്ങൾക്ക് പോലും കാടുകയറി ചിന്തിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? ഇത്തരം ചിന്തകൾ യഥാർത്ഥത്തിൽ നിങ്ങളിൽ വലിയ ആകുലതകൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുക. അനാവശ്യ കാര്യങ്ങൾ ചിന്തിച്ച് സമയവും സമാധാനവും കളയാതിരിക്കുന്നതാണ് നല്ലത്. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കാൻ ഈ ജാപ്പനീസ് ടെക്നിക്കുകൾ പരീക്ഷിച്ചു നോക്കാം. സെൻ ബുദ്ധമതത്തിന്റെ കേന്ദ്രമായിരിക്കുന്ന ധ്യാനത്തിന്റെ ഒരു രൂപമാണ് സാസൻ. അതിൽ ശാന്തമായി ഇരിക്കുന്നതും നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഉൾപ്പെടുന്നു. ചിന്തകൾ വിധിയില്ലാതെ വരാനും പോകാനും അനുവദിക്കുന്നു. സാസന്റെ പതിവ് പരിശീലനം നിങ്ങളെ ബോധവും മാനസിക വ്യക്തതയും വികസിപ്പിക്കാൻ സഹായിക്കും. അമിതമായി ചിന്തിക്കാനുള്ള പ്രവണത കുറയ്ക്കുകയും ഈ നിമിഷത്തിൽ സന്നിഹിതനായിരിക്കാനുള്ള നിങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്തുകയും ചെയ്യും. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഇക്കിഗൈ പരീക്ഷിക്കാം. ഇക്കിഗൈ എന്നാൽ ആയിരിക്കാനുള്ള കാരണം അല്ലെങ്കിൽ ജീവിതത്തിലെ ഉദ്ദേശം എന്നാണ് അർത്ഥം. അതായത് നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്നത് എന്താണെന്ന് തിരിച്ചറിയുക. ഇത് നെഗറ്റീവ് ചിന്തകളിൽ നിന്നും മോചനം ലഭിക്കാൻ സഹായിക്കും. നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ നിങ്ങളുടെ വ്യക്തിപരമായ മൂല്യങ്ങളോടും അഭിനിവേശങ്ങളോടും യോജിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ഊർജം കേന്ദ്രീകരിക്കാൻ കഴിയും. ഇതിലൂടെ അമിതമായി ചിന്തിക്കാനുള്ള സമയവും ഉണ്ടാവില്ല. മറ്റൊരു ജാപ്പനീസ് ടെക്നിക്കാണ് ഷിൻ റിൻ യോക്കു. ഇതിനെ ഫോറസ്റ്റ് ബാത്ത് എന്നും പറയും. പ്രകൃതിയിൽ മുഴുകി കാടിന്റെ കാഴ്ചകളും ശബ്ദങ്ങളും ഗന്ധങ്ങളും ആസ്വദിക്കുന്ന രീതിയാണ് ഫോറസ്റ്റ് ബാത്ത്. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത് സമ്മർദ്ദത്തിന്റെ തോത് കുറയ്ക്കാനും ഉത്കണ്ഠ കുറയ്ക്കാനും മൊത്തത്തിലുള്ള മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മറ്റൊരു ടെക്നിക്കാണ് ഹരാഗി. ആശയവിനിമയമാണ് ഇതിന്റെ പ്രത്യേകത. ആശയവിനിമയത്തിലെ സഹജാവബോധത്തെയും സൂചനകളെയും ആശ്രയിക്കുന്നതാണ് ഹരാഗൈ ഊന്നൽ നൽകുന്നത്. അമിതമായ വിശകലനത്തിൽ മുഴുകാതെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വയറ് 80% നിറയുന്നതുവരെ ഭക്ഷണം കഴിക്കുന്ന ജാപ്പനീസ് രീതിയാണ് ഹരഹച്ചിബു. ഈ ശ്രദ്ധാപൂർവമായ ഭക്ഷണരീതി നിങ്ങളുടെ ശരീരത്തിൽ വിശപ്പിന്റെ സിഗ്നലുകൾ അറിയാനും അതനുസരിച്ച് ഭക്ഷണം കഴിക്കാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ശരീരഭാഗങ്ങളുടെ നിയന്ത്രണത്തിലും ശ്രദ്ധാപൂർവമായ ഭക്ഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ഭക്ഷണവും ശരീരത്തിന്റെ പ്രതിച്ഛായയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം കുറയ്ക്കാനും അമിതമായ ചിന്തകൾ കുറയ്ക്കാനും സഹായിക്കും.